വെള്ളിയാഴ്ച രാത്രി 12 മണി. യക്ഷിയും പ്രേതവുമെല്ലാം ശക്തിയാർജിക്കുന്ന സമയമാണ്. പഴയ മുത്തശ്ശി കഥകളിലെ ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ കുട്ടിക്കാലം ഇപ്പോഴും ഓർമ്മ കാണും പലർക്കും. മികച്ച വിദ്യാഭ്യാസവും പുരോഗമന ചിന്തയും ഒക്കെ ഉള്ളവരാണെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും പഴയ യക്ഷിക്കഥകൾ ഇപ്പോഴും വിശ്വസിക്കുന്നവരാണ്. വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രേതവും യക്ഷിയും ആത്മാക്കളുമൊക്കെ പല രൂപത്തിൽ മനുഷ്യനിൽ ആവസിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ അന്ധവിശ്വാസവും കെട്ടുകഥകളുമെന്ന് പറയുമ്പോഴും പ്രേതവും ആത്മാക്കളും ഉണ്ടെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടെന്നേ നമ്മുടെ നാട്ടിൽ. കോട്ടയം തിരുവഞ്ചൂരിൽ പ്രേതബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ നവവധുവിനെ ആഭിചാരക്രിയ നടത്തി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചത് 10 മണിക്കൂറോളമാണ്. എന്താണ് ആ വീട്ടിൽ അന്ന് രാത്രി സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടാഴ്ച മുൻപ് നടന്ന പ്രണയവിവാഹം. കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള സമയം പോലും ആയിട്ടില്ല. അതിനിടെ മകനും ഭാര്യയും തമ്മിൽ വഴക്കിടുന്നത് കണ്ട അമ്മയ്ക്കൊരാശങ്ക. പെങ്കൊച്ചൻ്റെ ശരീരത്തിലെന്തോ ബാധ കയറിയതാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. പിന്നാലെ ബാധ ഒഴിപ്പിക്കാൻ പത്തനംതിട്ട പെരുന്തുരുത്തിയിൽ നിന്ന് ശിവദാസൻ എന്ന ദുർമന്ത്രവാദിയെ എത്തിക്കുന്നു. വിവാഹത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട പൂജകളെന്ന നവവധുവിനെ പറഞ്ഞ് ധരിപ്പിച്ചു. മദ്യവും വെറ്റയും പാക്കും കൊണ്ടാണ് മന്ത്രവാദി വന്നത്. പൂജയ്ക്ക് കബഡിക്ക് പകരം ബാത്റൂമിലെ ടൈലുകൾ. ആദ്യം യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടി, തുടർന്ന് മുടി മുറിച്ചു. പിന്നീട് മദ്യം നൽകിയ ശേഷം ദേഹത്ത് പൊള്ളലേൽപ്പിച്ചു. കോട്ടയം തിരുവഞ്ചൂരിലെ ഭർത്തൃ വീട്ടിൽ 10 മണിക്കൂറോളം യുവതി മർദ്ദനത്തിനിരയായി. യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പുറം ലോകമറിഞ്ഞത്. കേസിൽ ഭർത്താവ് അഖിൽദാസ്, അച്ഛൻ ദാസ്, ആഭിചാരക്രിയ നടത്തിയ ശിവദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ വിവാഹം നടന്നിട്ട് 2 ആഴ്ച തികയുന്നതേയുള്ളൂ. വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് പെൺകുട്ടിയുടെ ബന്ധുക്കളായ 2 പേർ മരിച്ചു. ഇവരുടെ ആത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാണ് ഭർത്തൃമാതാവ് ആഭിചാരക്രിയ നടത്താൻ പെൺകുട്ടിയെ നിർബന്ധിച്ചത്. ആദ്യം മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം 2 കാലും പട്ടുകൊണ്ട് കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് ബീഡി വലിപ്പിക്കുകയും അതുപയോഗിച്ച് പെൺകുട്ടിയുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. ആഭിചാരക്രിയയ്ക്കിടെ യുവതി നേരിട്ടത് 10 മണിക്കൂർ നീണ്ട ക്രൂരമായ പീഡനമാണ്. നവവധുവിന്റെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റി. ആണി തടിയിൽ തറച്ചതോടെ മുടി മുറിഞ്ഞുപോയി. ശരീരം പൊള്ളിച്ചതോടെ യുവതി ബോധരഹിതയായി. ശബ്ദം കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവച്ചായിരുന്നു മന്ത്രവാദം. രാവിലെ 11 മുതൽ രാത്രി 9 മണിവരെ നീണ്ട ആഭിചാരക്രിയകളാണ് നടത്തിയത്. പെൺകുട്ടിയുടെ കാൽ കെട്ടിയിട്ട് മുടി മുറിച്ചു. ഭർത്താവിന്റെ സഹോദരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിനിരയായ യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടിയിരിക്കുന്നതായും ആഭിചാരക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത്. ക്രൂരമായ പീഡനങ്ങൾക്കാണ് താൻ ഇരയായതെന്ന് പെൺകുട്ടി പറഞ്ഞു. എന്റെ ദേഹത്ത് ബാധയുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവര് പറഞ്ഞു, മദ്യപിച്ച് ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ എന്താ ശരീരത്തിൽ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഒരു 12 മണിയായി കാണും എൻ്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു. യുവതിയും ഭർത്താവും സംസാരിക്കുകയോ വഴക്കിടുകയോ ചെയ്താൽ അത് ബാധ എന്നാണ് ഭർത്തൃമാതാവ് പറയുന്നത്. അമ്മായിയമ്മയാണ് മന്ത്രവാദിയെ വിളിപ്പിച്ചത്. തുടർന്ന് യുവതിക്ക് മദ്യം നൽകി ബീഡി വലിപ്പിച്ചു. നെറ്റിയിൽ പൊള്ളിച്ചുവെന്നും പരാതിയിലുണ്ട്. യുവതിയുടെ മാനസിക നില തകരാറിലായതിനെ തുടർന്ന് ഇവരുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല പെരുന്തുരുത്തി സ്വദേശി ശിവദാസിനെയാണ് മന്ത്രവാദി എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്നത്.
ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ അമ്മ ഒളിവിലാണ്. ന്യൂസ് 18 കോട്ടയം. കൊല്ലം കൊട്ടാരക്കരയിലെ പ്രമുഖ വനിതാ ഗൈനക്കോളജിസ്റ്റിനെ മുൾമുനയിൽ നിർത്തിയ 48 മണിക്കൂറുകൾ. ആരോടും മിണ്ടാട്ടമില്ല. മക്കൾ ഫോണിൽ വിളിച്ചാലും സംസാരമില്ല. 2 ദിവസം ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത മാനസിക പിരിമുറുക്കം. ഡോക്ടർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ബന്ധുക്കൾക്ക് തോന്നിയ ആ സംശയത്തിൽ നിന്നാണ് വലിയൊരു സൈബർ തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്. ഒരു വിമാന കമ്പനിയിൽ നിന്ന് 990 കോടി രൂപയുടെ കള്ളപ്പണം അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞാണ് ഡോക്ടറെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് തട്ടിപ്പിന് ശ്രമിച്ചത്. സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ ചതിയിൽപ്പെട്ട വനിതാ ഡോക്ടറെ പോലീസ് എത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നാൽ 2 ദിവസം അനുഭവിച്ച മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർ ഇപ്പോഴും മുക്തിയായിട്ടില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മുംബൈയിലെ CBI ഓഫീസിൽ നിന്നാണെന്ന പേരിൽ എത്തിയ ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ് ആരംഭിച്ചത്. താങ്കളുടെ അക്കൗണ്ടിലൂടെ 990 കോടി രൂപ കള്ളപ്പണം കടന്നിട്ടുണ്ട് എന്ന വീഡിയോ സന്ദേശമാണ് ഡോക്ടറെ ഭീതിയിലാക്കിയത്. വീട് വിട്ട് എങ്ങും പോകാൻ പാടില്ലെന്നും മുഴുവൻ സമയവും വീഡിയോ നിരീക്ഷണത്തിൽ ഇരിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. CBI മുദ്രയുള്ള വ്യാജ ഫോറങ്ങളും ഫോണിലേക്ക് അയച്ചതോടെ ഡോക്ടർ വിശ്വസിച്ചുപോയി. 2 ദിവസം ആശുപത്രിയിൽ എത്താതിരിക്കുകയും മക്കളുടെ വിളികൾക്കും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തതോടെ സംശയം ശക്തമായി. മൊബൈൽ ചാർജ് തീരാതിരിക്കാൻ പവർ ബാങ്ക് വാങ്ങാൻ ഡ്രൈവറെ അയച്ചതും സംശയത്തിനിടയാക്കി. ഉടൻ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തട്ടിപ്പ് സംഘത്തിന്റെ അടുത്ത ഫോൺ വിളി പോലീസാണ് ഏറ്റെടുത്തത്. ബാങ്ക് വിവരങ്ങൾ നൽകുന്നതിന് മുൻപ് ഇടപെട്ടതുകൊണ്ടാണ് പണം നഷ്ടമാകാതെ രക്ഷപ്പെട്ടത്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘം വളരെ വ്യാപകമാണ്. അവർ നിങ്ങളെ സമീപിക്കും, വീഡിയോ കോൾ വഴി സമീപിക്കും. സമീപിച്ച ശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും എടുത്ത ശേഷം പണം തട്ടുകയാണ് ഇവരുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും സമീപിക്കുന്നത്. അപ്പം അവരുടെ ഒരു ഡേറ്റാബേസ് എവിടെ നിന്നും കളക്ട് ചെയ്ത ശേഷം അവരെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഡോക്ടറിൻ്റെ ആധാർ നമ്പർ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പേരും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ഡോക്ടറിനെ സമീപിച്ചത്. ഡോക്ടറിനെ സമീപിച്ച ശേഷം ഡോക്ടറിൻ്റെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും കളക്ട് ചെയ്യുകയും അവിടെ നിന്ന് OTP ഷെയർ ചെയ്ത് പണം വാങ്ങിക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ തക്കതായ സമയത്ത് പോലീസ് ഇടപെട്ടത് മൂലം അത് പണം നഷ്ടമായിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. IS ഭീകരനും സീരിയൽ റേപ്പിസ്റ്റും സ്വർണ്ണക്കൊള്ള സംഘത്തിൻ്റെ തലവനും ഉൾപ്പെടെ കഴിയുന്ന ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിൽ രാജ്യത്തെ അതിസുരക്ഷാ ജയിലുകളിലൊന്ന്. എന്നാൽ ഇവിടെ കൊടും കുറ്റവാളികളായ പ്രതികൾക്ക് സുഖജീവിതമാണ്. TVയും മൊബൈൽ ഫോണും ഉൾപ്പെടെ ഉപയോഗിക്കാൻ സൗകര്യം. ഉമേഷ് റെഡ്ഡി എന്ന സീരിയൽ കില്ലർ ഉപയോഗിക്കുന്നത് 2 ആൻഡ്രോയിഡ് ഫോണുകൾ. ജയിലിലെ സെല്ലിൽ കുറ്റവാളികൾ പാകം ചെയ്യുന്നതിൻ്റെയും മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് തടവുകാർക്ക് ലഭിക്കുന്ന VIP പരിഗണന പുറം ലോകം അറിഞ്ഞത്. സംഭവം വിവാദമായതോടെ കർണാടക ജയിൽ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ജയിലിലെ ഒരു തടവുകാരനും അധിക പരിഗണന നൽകരുതെന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം ഉള്ളപ്പോഴാണ് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. കുറ്റവാളികൾ പാചകം ചെയ്യുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഫോൺ ഉപയോഗിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. നിരവധി പേരെ കൊന്ന ഉമേഷ് റാവു എന്ന സീരിയൽ കില്ലർ ഉപയോഗിക്കുന്നത് 2 ആൻഡ്രോയിഡ് ഫോണുകൾ. പുറത്തുള്ളപ്പോൾ ഉമേഷ് എങ്ങനെ കഴിഞ്ഞോ അതേപോലുള്ള സുഖകരമായ ജീവിതം. കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന പരപ്പന അഗ്രഹാര ജയിൽ തടവ് പുള്ളികൾക്ക് സ്വർഗ്ഗതുല്യം. ഉമേഷ് റാവുവിന് ഫോൺ മാത്രമല്ല TV കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് NIA പിടികൂടിയ 2 ബംഗ്ലാദേശ് സ്വദേശികൾ ഫോൺ ഉപയോഗിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവുകാരനായ ദർശൻ പുൽത്തകിടിയിൽ സിഗരറ്റ് വലിച്ച് കാപ്പിയും കുടിച്ചിരിക്കുന്ന ചിത്രം നേരത്തെ പുറത്തുവന്നിരുന്നു.
ഇതോടെ സമാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് മറ്റ് തടവുകാരും രംഗത്തെത്തി. ചിത്രങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ ദർശനെ ബെള്ളാരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. VIP സൗകര്യം ഒരുക്കിയതിന് പരപ്പന അഗ്രഹാര ജയിലിലെ 9 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഇതിനു പിന്നാലെയാണ് ഉമേഷ് റാവുവിനടക്കം ജയിലിൽ സ്വർഗീയ ജീവിതം ഒരുക്കിയതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവരുന്നത്. ന്യൂസ് 18 ബംഗളൂരു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി മുഹമ്മദിന് ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് പോലും വല്ലാത്ത മാനസിക പ്രയാസമാണ്. ഹൃദ്രോഗവും വൃക്ക സംബന്ധമായ അസുഖങ്ങളും അലട്ടുന്ന സമയം. അതിനിടെ ഒരു വനിതാ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ 4 ദിവസത്തോളം ജയിൽവാസം. മുഹമ്മദിൻ്റെ കുടുംബം അന്ന് അനുഭവിച്ച വേദനയും സങ്കടവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. പീഡനക്കേസ് പ്രതിയുടെ വീട്ടുകാരെ സമൂഹം പോലും ഒറ്റപ്പെടുത്തി. കുറ്റവരും നാട്ടുകാരും ഇല്ലാത്ത സ്ഥിതിയാണ്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മുഹമ്മദും കുടുംബവും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ്. ഡോക്ടർ നൽകിയ പീഡന പരാതി വ്യാജമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സംഭവത്തിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ജനുവരി 16 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് എന്ന 64-കാരനെതിരെ ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഡെന്റൽ ആശുപത്രിയിലെ താൽക്കാലിക വനിതാ ഡോക്ടറാണ് പരാതി നൽകിയത്. ചികിത്സയ്ക്കെത്തിയ മുഹമ്മദ് കയ്യിൽ പിടിക്കുകയും ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. സംഭവത്തിൽ വയോധികനെതിരെ IPC 341, 354 വകുപ്പുകൾ പ്രകാരം പോലീസ് FIR ചുമത്തി കേസെടുത്തു. തുടർന്നാണ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നത്. 4 ദിവസം ഇയാൾ ജയിലിൽ കിടന്നു. എന്നാൽ യാതൊരു നടപടിക്രമവും പാലിക്കാതെയായിരുന്നു അറസ്റ്റെന്നും പോലീസ് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നുമാണ് മുഹമ്മദിന്റെ ആരോപണം. അവർക്കാണ് കൊടുത്ത പൈസ കുറഞ്ഞു പോകുക എന്തോ ചെയ്തിട്ട് ചെറിയ പൈസ കൊടുത്ത് ഒരു വിചാരിച്ച പൈസ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ക്ലിനിക്ക് നാട്ടിക്കാനുള്ള അങ്ങനെ എന്തോ ആണെന്ന് എൻ്റെ ഒരു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. തൊട്ടടുത്ത് മുത്തൂറ്റ് ബാങ്ക് ഉണ്ട്, സർവീസ് സഹകരണ മറ്റേ ബാങ്ക് ഉണ്ട്, മെല്ലോ ബോട്ടിക്കിൻ്റെ മറ്റേതുണ്ട്, ഉൾസാപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട്, ക്യാമറയുണ്ട്. അതിൻ്റെ അകത്തില്ല എന്നായിരുന്നു. അവരാരും ഒരു സാക്ഷിയോ വക്കീലോ ഒന്നും ഒരു ഇതാക്കിയില്ല, ഒരാരും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. വനിതാ ഡോക്ടറുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് മുഹമ്മദിന്റെ വാദം. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മുഹമ്മദിന്റെ മകൻ ജംഷീർ പറഞ്ഞു. ഈ കേസ് FIR ഇടുന്നത് 1/20-നാണ്. 1/40-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതൊക്കെ സ്പീഡാക്കി നടന്ന് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി. റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്നും സാക്ഷിമൊഴികളുണ്ടെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ജയിലിലേക്കാക്കി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വാപ്പ നേരെ പോയി ഹൃദ്രോഗിയായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ട് അസുഖമുള്ള വാപ്പ സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് മുടങ്ങിയത് കൊണ്ട് ഡയാലിസിസിലേക്ക് നീങ്ങേണ്ടി വന്നു. ഹൃദ്രോഗവും വൃക്ക സംബന്ധമായ അസുഖങ്ങളും കാരണം ബുദ്ധിമുട്ടുന്ന മുഹമ്മദിന്റെ അറസ്റ്റിനെതിരെ കുടുംബം സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതോടെ സത്യാവസ്ഥ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ന്യൂസ് 18 കോഴിക്കോട്. യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളി നാണയവും മോശയുടെ അംശവടിയും ടിപ്പു സുൽത്താൻ്റെ സിംഹാസനവും കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ മലയാളികൾ. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കൽ സംസ്ഥാനത്തെ ചില പോലീസ് ഉന്നതരെ പോലും കബളിപ്പിച്ച വിരുദ്ധനാണ്. മോൺസന്റെ പുതിയൊരു തട്ടിപ്പ് കഥ കൂടി. കൊച്ചിയിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 20 കോടി രൂപയോളം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷണം പോയെന്ന പരാതിയും വ്യാജമെന്ന് സംശയം. വാടക വീട് ഒഴിയാതിരിക്കാനുള്ള മോൺസന്റെ തന്ത്രമാണ് പരാതിക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. മോൺസണുമായി വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പോലീസിൽ അയാൾ പരാതി നൽകിയത്.
മോശയുടെ അംശവടി അടക്കമുള്ള തട്ടിപ്പ് സാധനങ്ങളൊക്കെ മോൺസൺ മാവുങ്കൽ സൂക്ഷിച്ചിരുന്നത് കലൂരിലെ വാടക വീട്ടിലാണ്. ഈ വീട് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലിരിക്കെ സ്വർണ്ണ ഖുറാൻ, വാച്ചുകളടക്കം 20 കോടിയുടെ വസ്തുക്കൾ മോഷണം പോയെന്നാണ് പരാതി. ഇന്നലെ മോൺസണുമായി വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പരാതി വ്യാജമാണെന്ന നിഗമനത്തിലേക്ക് നോർത്ത് പോലീസ് എത്തിയത്. വീട് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് മോൺസണും വീട്ടുടമയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ വീട് ഒഴിയണമെന്നായിരുന്നു വീട്ടുടമയുടെ ആവശ്യം. വസ്തുക്കൾ മറ്റെവിടെയും മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാടക വീട് ഒഴിയാതിരിക്കാനാണ് മോൺസൺ വ്യാജ പരാതി ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമാണ് മോൺസൺ കൊച്ചി കലൂരിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള വീട്ടിൽ മോഷണം നടന്നെന്ന് പരാതി ഉന്നയിച്ചത്. കഴിഞ്ഞ വർഷവും മോൺസൺ മോഷണ പരാതി നൽകിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന മോൺസൺ മാവുങ്കൽ പരോളിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതറിഞ്ഞത്. പുരാവസ്തു ശേഖരത്തിലുള്ള പല വസ്തുക്കളും അതിപുരാതനവും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുമുള്ളതാണെന്നും പ്രചരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം, ബൈബിളിൽ പറയുന്ന മോശയുടെ അംശവടി, തിരുവിതാംകൂർ രാജാവിന്റെ ഇരിപ്പിടം, ആദ്യത്തെ ഗ്രാമഫോൺ തുടങ്ങിയ പുരാവസ്തുക്കൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ സിംഹാസനം എന്ന് അവകാശപ്പെട്ടത് ചേർത്തലയിലെ ആശാരി വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങൾക്കും കാരണം ചെറിയ വാക്കുതർക്കങ്ങളാകും. സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. മലപ്പുറം തിരൂരിൽ പ്രവാസി യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരനുമായുള്ള വാക്കേറ്റം ചോദ്യം ചെയ്തതിൻ്റെ പ്രകോപനത്തിലാണ്. കോട്ടക്കൽ സ്വദേശി ഹാനിഷിനെ മാരകായുധങ്ങളുമായി എത്തിയ 10ലധികം പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. കേസിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ ഹാനിഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടക്കൽ പറപ്പൂർ സ്വദേശിയായ ഹാനിഷിനെ 10ലധികം പേരടങ്ങുന്ന സംഘം മാരകായുധങ്ങളുമായാണ് ക്രൂരമായി മർദ്ദിച്ചത്. അക്രമി സംഘം ഹാനിഷിന്റെ സഹോദരനുമായി സ്കൂൾ വിട്ടു വരുന്നതിനിടെ വാക്കേറ്റമുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഹാനിഷിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഹാനിഷിന്റെ കുടുംബം നൽകിയ പരാതിയിൽ 6 പേരെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ഹാനിഷ് ചികിത്സയിൽ തുടരുകയാണ്. ഹാനിഷിന്റെ സഹോദരനും അക്രമി സംഘവുമായുണ്ടായ വഴക്കും തർക്കവും അതിരുവിട്ടതോടെ സഹോദരൻ ഹാനിഷിനെ വിവരമറിയിച്ചു. തുടർന്ന് ഹാനിഷ് ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ സംഘം മാരകായുധങ്ങളുമായി ഹാനിഷിനെ ആക്രമിക്കുകയായിരുന്നു. ഹാനിഷിന്റെ തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായും ഇനിയും അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കോട്ടക്കൽ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരാളെ കയ്യേറ്റം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ല. കോഴിക്കോട് കുറ്റ്യാടിയിൽ അക്യൂപഞ്ചർ ബോധവൽക്കരണ ക്യാമ്പിനെതിരെ നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. അക്യൂപഞ്ചർ ചികിത്സാ രീതിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ 8-അംഗ സംഘം സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ സംഘാടകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന അക്യൂപഞ്ചേഴ്സ് ബോധവൽക്കരണത്തിനിടെയായിരുന്നു ആക്രമണം. അക്യൂപഞ്ചേഴ്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിലേക്ക് ഒരു സംഘം ആക്രമണം നടത്തുകയായിരുന്നു.
രജിസ്ട്രേഷൻ കൗണ്ടർ തകർത്ത് മുന്നോട്ട് നീങ്ങിയ 8ഓളം പേരടങ്ങുന്ന സംഘം ചികിത്സ നടത്തുന്നവർക്ക് നേരെ തിരിഞ്ഞു. കസേര എടുത്തായിരുന്നു സ്ത്രീകളെ മർദ്ദിച്ചതെന്നാണ് പരാതി. കുറ്റ്യാടി സ്വദേശിനിയും ചികിത്സകയുമായ ഫെമിനയ്ക്ക് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു. സ്ത്രീകളെ തെരഞ്ഞുപിടിച്ചാണ് സംഘം മർദ്ദിച്ചതെന്ന് സംഘാടകർ പറയുന്നു. പലരുടെയും കൈകാലുകൾ തല്ലിച്ചതച്ചു. പരിക്കേറ്റവരെ കുറ്റ്യാടിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് ശേഷം അക്രമി സംഘം സ്ഥലം വിടുകയും ചെയ്തു. അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സംഘാടകരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചില അക്രമ സംഭവങ്ങളെക്കുറിച്ച് കേട്ടാൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ തന്നെ പേടി തോന്നും. ക്രിമിനലുകളും മദ്യപ സംഘവും ഭീതി പരത്തുന്നു. അതിനിടെ ജീവനക്കാരുടെ അതിക്രമവും. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കാരൻ്റെ ശരീരത്തിലേക്ക് പാൻട്രി കാർ ജീവനക്കാരൻ തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന മുംബൈ സ്വദേശി അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ പാൻട്രി കാർ മാനേജരായ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കുപ്പിവെള്ളം ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരത്തേക്ക് വരുന്ന നേത്രാവതി എക്സ്പ്രസിലാണ് മുംബൈയിൽ നിന്നും അശീഷ്, അനീഷ്, കിഷൻ, തേജസ്, സീതേഷ്, അഭിഷേക് ബാബു എന്ന 6 യുവാക്കൾ തൃശൂർ തൃപ്രയാറുള്ള ഹാഷിമിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. യാത്രയായതോടെ കയ്യിൽ കരുതിയ വെള്ളം തീർന്നു. വെള്ളം വാങ്ങാനായി പാൻട്രി കാറിലേക്ക് പോയ യുവാക്കൾ 200 രൂപ നൽകിയപ്പോൾ 15 രൂപ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇതോടെ യുവാക്കളും പാൻട്രി കാർ ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കത്തിലായി. തുടർന്ന് സീറ്റിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് പാൻട്രി കാറിനകത്ത് കണ്ണടയും തൊപ്പിയും മറന്നുവെച്ചത് യുവാക്കൾക്ക് ഓർമ്മ വന്നത്. അത് വാങ്ങാൻ ചെന്നപ്പോൾ രാവിലെ തരാമെന്ന് പാൻട്രി കാർ ജീവനക്കാർ മറുപടി നൽകി. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ വീണ്ടും കണ്ണടയും തൊപ്പിയും ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ പാൻട്രി കാർ ജീവനക്കാരനായ രാഘവേന്ദ്ര സിംഗ് സ്റ്റീൽ ബക്കറ്റിൽ തിളച്ച വെള്ളമെടുത്ത് അഭിഷേക് ബാബുവിന്റെ ശരീരത്തിലേക്ക് ഒഴുകിയായിരുന്നു. മലയാളിയായ ഹാഷിഷ് സംഭവം റെയിൽവേ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ തൃശൂരിലെത്തിയപ്പോൾ പാൻട്രി കാർ ജീവനക്കാരനെ റെയിൽവേ പോലീസ് പിടികൂടി. മുതുകിനും കാലിനും പൊള്ളലേറ്റ അഭിഷേക് ബാബുവിനെ സുഹൃത്തുക്കളും റെയിൽവേ പോലീസും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റ് ചെയ്ത രാഘവേന്ദ്ര സിംഗിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഷൊർണൂർ. നമ്മുടെ വീട്ടിലോ കടയിലോ ഒരു മോഷ്ടാവെത്തി മുളകുപൊടി എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ ആരും ഒന്ന് പകച്ചു പോകുമല്ലേ? എന്നാൽ അഹമ്മദാബാദിലെ ഒരു ജ്വല്ലറി ഉടമ മോഷ്ടാവിനെ കൈകാര്യം ചെയ്ത രീതി ഒന്ന് കാണണം. ജ്വല്ലറിയിൽ കയറി മുളകുപൊടി എറിഞ്ഞ് മോഷണം നടത്താനുള്ള യുവതിയുടെ ശ്രമം ഉടമയുടെ മനോധൈര്യം കൊണ്ട് പരാജയപ്പെട്ടു. കടയുടമ യുവതിയെ പൊതിരെ തല്ലി കീഴ്പ്പെടുത്തിയതോടെയാണ് മോഷണശ്രമം വിഫലമായത്. സ്വർണം നഷ്ടപ്പെടാതിരുന്നതിനാൽ ജ്വല്ലറി ഉടമ ആദ്യം പോലീസിൽ പരാതി ഒന്നും നൽകിയില്ല. എന്നാൽ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ യുവതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അഹമ്മദാബാദിൽ നവംബർ 3 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. മുഖം മറച്ച യുവതി സ്വർണം വാങ്ങാനെന്ന പേരിലാണ് ജ്വല്ലറിയിൽ എത്തുന്നത്. കടയുടമയോട് സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനെന്ന വ്യാജേന സംസാരിക്കാൻ തുടങ്ങിയ യുവതി മുളകുപൊടി ഉടൻ തന്നെ വിതറുകയായിരുന്നു. എന്നാൽ അപകടം മണത്ത കടയുടമ പെട്ടെന്ന് മാറിയതിനാൽ മുളകുപൊടി കണ്ണിൽ വീണില്ല. ഉടൻ തന്നെ യുവതിയെ ഇയാൾ പൊതിരെ തല്ലുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 20 സെക്കൻഡ് നീളുന്ന ദൃശ്യത്തിൽ കള്ളത്തരം കൈയോടെ പിടികൂടിയ കടയുടമയുടെ തല്ലുമാല. തല്ല് കിട്ടാൻ തുടങ്ങിയതോടെ ആദ്യം അമ്പരന്ന യുവതി ഉടൻ തന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. സ്വർണം പോകാത്തതിനാലും കള്ളിയെ കൈകാര്യം ചെയ്തതിനാലും കടയുടമ പോലീസിൽ പരാതി നൽകിയില്ല. എന്നാൽ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ യുവതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.
ഡെസ്ക് ന്യൂസ് 18. എനിക്കെന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരും ജീവനക്കാരുമാണ്. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരാളെയും വെറുതെ വിടരുത്. കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ നൽകണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിൻ്റെ മരണമൊഴിയാണിത്. ആശുപത്രിയിൽ വെച്ച് വേണു ബന്ധുവിനയച്ച വാട്സാപ്പ് സന്ദേശമാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ചികിത്സ വൈകുന്നതിൽ ആശുപത്രി ജീവനക്കാരുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ആൻജിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല. ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ സമയം മുതൽ എനിക്കെന്ത് ശാരീരികാവസ്ഥയും എനിക്കെന്ത് ജീവനപാതയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ജോലിക്കാരുമാണ് ഞാൻ ഇതിലൂടെ ഉറപ്പ് നൽകുകയാണ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചാണ് വേണു ഈ ഓഡിയോ സന്ദേശം അയച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേദന സഹിക്കവയ്യാതെ വേണു ചോദിക്കുന്നു. ഈ ആരോഗ്യാവസ്ഥ ഇപ്പം നിലവിൽ എൻ്റെ ഈ ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും ഒരു വഷളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ഇവരൊക്കെ ഉണ്ടാവുമോ? ഇവരുടെ ഉദാസീനത ഉണ്ടാവുമോ? നികത്താനും എന്തൊരു മര്യാദയില്ലാത്ത ഇടപെടിയില്ല ഈ കാണിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ആശ്രമമായി തീരേണ്ട ഒരു ആദരവ്. ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും വേണു പറയുന്നുണ്ട്. 5 ദിവസമായിട്ടും ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള മറുപടിയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ തിരക്കിലാണെന്നും പുതിയ ലിസ്റ്റ് വന്നാൽ മാത്രമേ കൂടുതൽ ചികിത്സ നടത്താൻ കഴിയൂ എന്നുമാണ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞത്. സാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർജി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാം ഇപ്പൊ വേറെ പ്രൊസീജിയേഴ്സിലാണ്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ലിസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലേ ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുത്തിയ വീഴ്ചയുടെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരപ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ചത് കോടികളാണ്. PFIയെ നിരോധിച്ചെങ്കിലും ആ ഫണ്ട് പല വഴിക്ക് വകമാറ്റിയിട്ടുണ്ട്. അതോടെ PFIയുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങിയിരിക്കുന്നു. ആകെ 67 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. വിവിധ ട്രസ്റ്റുകളുടെയും SDPയുടെയും പേരിൽ കൈവശം വെച്ചിരുന്ന സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. NIA അന്വേഷണം തുടരുമ്പോഴാണ് EDയുടെ നടപടി. പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ്, ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, മലപ്പുറം പൂവഞ്ചിന ഹരിതം ഫൗണ്ടേഷൻ അടക്കമുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. തിരുവനന്തപുരത്തെ SDPIയുടെ ഭൂമിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. ഇതോടെ SDPI എന്ന പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ 131 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് ED അറിയിച്ചു. നേരത്തെ ED നടത്തിയ റെയ്ഡുകളിൽ PFI സൂക്ഷിച്ചിരുന്ന 1ലധികം രേഖകൾ പിടിച്ചെടുത്തിരുന്നു. നേരത്തെ 61 കോടി 98 ലക്ഷം രൂപയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഈ കേസിൽ ഇപ്പോൾ ആകെ 129 കോടി രൂപയാണ് കണ്ടുകെട്ടിയത്. SDPIക്ക് വേണ്ടിയും സ്വന്തമായും PFI നടത്തിയ ചെലവുകൾ ഡയറികളിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ED വ്യക്തമാക്കി. ഇന്ത്യയിൽ ഉടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി PFIയുടെ ഭാരവാഹികളും അംഗങ്ങളും കേഡറുകളും ഇന്ത്യക്കകത്തും പുറത്തും നിന്ന് ബാങ്കിംഗ് മാർഗങ്ങൾ, ഹവാല, സംഭാവനകൾ മുതലായവ വഴി ഗൂഢാലോചന നടത്തുകയും ഫണ്ട് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ED അറിയിച്ചു.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ ഒരു യുവാവ് കടന്നും ഇരുന്നും നിന്നുമൊക്കെ ബൈക്ക് ഓടിക്കുന്ന കാഴ്ച. ആ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് നഗരം കുറച്ചു സമയം സ്തംഭിച്ചു. ഏതോ സർക്കസുകാരൻ ബൈക്കിൽ അഭ്യാസം കാണിക്കുന്നുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അപകടം മണത്തതോടെ നാട്ടുകാരുടെ ഇടപെടൽ. യുവാവിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സ്വന്തമായി ലൈസൻസ് പോലുമില്ല. പിന്നാലെയാണ് മനസ്സിലായത് അയാൾ മദ്യലഹരിയിലാണെന്ന്. തുടർന്ന് പോലീസെത്തി യുവാവിനെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നടപടികൾക്കിടയിലും നടുറോഡിൽ അഭ്യാസങ്ങൾ പതിവായിരിക്കുകയാണ്. മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ എടരിക്കോട് മുതൽ കക്കാട് വരെയാണ് മുഹമ്മദ് ഹാരിസ് അതിസാഹസികമായി ബൈക്ക് ഓടിച്ചത്. മദ്യലഹരിയിൽ ഇയാൾ ബുള്ളറ്റിൽ പോകുന്നത് നാട്ടുകാർ മൊബൈലിൽ പകർത്തി. ബൈക്കിൽ ചെരിഞ്ഞിരുന്നും കിടന്നുമൊക്കെയായിരുന്നു അപകടം ക്ഷണിച്ചു വരുത്തുന്ന യാത്ര. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാർ ദൃശ്യം പകർത്തി. സ്വന്തമായി ലൈസൻസ് ഇല്ലാത്ത ഇയാൾ മറ്റൊരാളുടെ ബൈക്കുമായാണ് ദേശീയപാതയിൽ ഇറങ്ങി അഭ്യാസം നടത്തിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ ഏറ്റവും വീതിയേറിയ ഭാഗത്ത് വെച്ചായിരുന്നു യുവാവ് വാഹനം ഓടിച്ചത്. നാട്ടുകാർ ഇയാളെ പിടികൂടി തിരൂരങ്ങാടി പോലീസിന് കൈമാറുകയായിരുന്നു. വാഹനത്തോടൊപ്പം യുവാവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കാനും ക്യാമറയുടെ പ്രവർത്തനം ഉറപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇപ്പോഴത്തെ പിള്ളേർ വാഹനവുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രക്ഷിതാക്കൾ അവരെ ശ്രദ്ധിക്കാറുണ്ടോ? പൊതുനിരത്തിലെ യുവാക്കളുടെ മരണപ്പാച്ചിൽ കണ്ടാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുമോ എന്ന് തന്നെ സംശയമാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച യുവാക്കൾ അപകട പരമ്പരയാണ് സൃഷ്ടിച്ചത്. റോഡ് സൈഡിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കട തകർത്ത് മുന്നോട്ട് പോയ കാർ SI കൈ കാണിച്ചിട്ടും നിർത്തിയില്ല. യുവാക്കളുടെ പരാക്രമത്തിൽ SIയുടെ കൈക്ക് സാരമായ പരിക്കുണ്ട്. ഒടുവിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച 2 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലായിരുന്നു സംഭവം. പ്ലാച്ചേരി റോഡിന് സൈഡിലെ പെട്ടിക്കടയിലേക്കാണ് കാർ ആദ്യം ഇടിച്ചു കയറിയത്. കാർ അപകടമുണ്ടാക്കി നിർത്താതെ പോകുന്നു എന്ന വിവരം ഉടൻ തന്നെ പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് പെട്രോളിംഗിലുണ്ടായിരുന്ന സ്റ്റേഷൻ SI റിയാസ് വാഹനം നിർത്തുന്നതിന് കൈ കാണിച്ചു. എന്നാൽ SIയുടെ ഇടത് കൈയിലിടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കാർ നിർത്താതെ പോയി. കാർ പിന്തുടർന്ന പോലീസ് ഐക്കരക്കോണം ഭാഗത്തു നിന്നാണ് പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന കാരിയറ സ്വദേശികളായ ഷമീർ, ഷംനാദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറയുന്നു. ഷമീറിനെയും ഷംനാദിനെയും പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ SI റിയാസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ തേടി. ന്യൂസ് 18 കൊല്ലം. കൊടും കുറ്റവാളി ബാലമുരുകൻ വിയ്യൂർ ജയിലിന് സമീപത്തു നിന്നും രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെത്തിയതായി കണ്ടെത്തൽ. കേരള പോലീസും തമിഴ്നാട് Q ബ്രാഞ്ചും അന്വേഷണം നടത്തുമ്പോൾ ബാലമുരുകൻ ഭാര്യയെ ഫോണിൽ വിളിച്ചതായി വിവരം. രാമേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇയാളുടെ ഭാര്യയും അടുത്ത ബന്ധുക്കളും തമിഴ്നാട് Q ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.
തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. തമിഴ്നാട് പോലീസ് തിങ്കളാഴ്ചയാണ് ബാലമുരുകനെ വിയൂരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ വിയൂരിലേക്ക് കേരള പോലീസിലേക്ക് കൈമാറും മുമ്പ് തന്നെയാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. ഇയാൾക്ക് വേണ്ടി അന്നേ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് എവിടേക്ക് പോയതെന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായിരുന്നില്ല. ഇതിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനാണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ തമിഴ്നാട്ടിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. അത് പ്രധാനമായും തന്നെ ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്നുമാണ് ഈ ഫോൺ സന്ദേശം എത്തിയതെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച ഈ വന്ന ഫോൺ സംബന്ധിയായ കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അതൊരു വഴിയാത്രക്കാരനിലാണ്. ഇത് വഴിയാത്രക്കാരൻ്റെ ഫോൺ വാങ്ങിച്ചാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം വീട്ടിൽ പറയാനുണ്ട് എന്ന രീതിയിലേക്ക് പറഞ്ഞ് ഒരാൾ ഫോൺ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ഈ ഫോണിൻ്റെ ഉടമ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തെങ്കാശിയിലുള്ള ഇയാളുടെ ഭാര്യയെ ബാലമുരുകൻ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തെങ്കാശിയെ കിളിനീച്ചി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ബാലമുരുകൻ്റെ ഈ കുടുംബം താമസിക്കുന്നത്. അമ്മൻകോവിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഏതാണ്ട് പോലീസ് ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ എത്താനുള്ളൊരു സാധ്യത അത് കൂടുതലാണ് എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ മെയ്യിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് ഈ സ്ഥലത്തേക്ക് എത്തുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ബൈക്ക് സഹോദരന് നൽകിയെന്നാണ് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ സമാനമായ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇയാളുടെ രക്ഷപ്പെടലും പിന്നീട് കുടുംബത്തെ വിളിക്കലുമാണ് ചെയ്യുന്നത്. പതിവായിട്ട് കുടുംബത്തിൽ ഭാര്യയും അല്ലെങ്കിൽ സഹോദരനെയുമാണ് ഇയാൾ ബന്ധപ്പെടാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇവർ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നിരീക്ഷണം തുടരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച് അടക്കം കേരള പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. 52ഓളം കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ കൊടുംകുറ്റവാളിയാണ്. ഒരു കേസിൻ്റെ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. പക്ഷേ തിരിച്ച് ഇവിടെ കേരള പോലീസിലേക്ക് എത്തുമ്പോൾ വിയൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് പോലീസിന് കൈമാറും മുൻപ് തന്നെയാണ് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ ഉദാസീനതയും അലംഭാവവും കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്ന വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതിനനുസരിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിൽ അന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്ന സംഘത്തിലെ പോലീസുകാരെ അടക്കം സസ്പെൻഷൻ നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇയാൾ തമിഴ്നാട്ടിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് തെങ്കാശി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേരള പോലീസിൻ്റെ അടക്കമുള്ള അന്വേഷണം തുടരുകയാണ്. ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയും വിശുദ്ധിയുമുണ്ട്. പ്രത്യേകിച്ച് ശബരിമല, ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ എത്തുന്ന എല്ലാവർക്കും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ബാധകമാണ്. റീൽസ് ചിത്രീകരിക്കാനോ ഷൂട്ടിംഗ് നടത്താനോ ഉള്ള ഇടമല്ല ഇതുപോലുള്ള ആരാധനാലയങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിയമം ലംഘിച്ച് റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവം അതീവ ഗൗരവമുള്ളതാണ്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച സംഭവത്തിൽ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ജസ്നയുടെ ഉൾപ്പെടെ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയിലാണ് നടപടി. ക്ഷേത്രത്തിനകത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയതിനെ തുടർന്ന് ജസ്ന സലീമിനും __Bright എന്നീ ഇൻസ്റ്റാഗ്രാമിനുമെതിരെ പോലീസ് നടപടികൾ തുടരുകയാണ്. ഈ 2 അക്കൗണ്ടുകൾക്കെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഗുരുവായൂർ നടപ്പന്തലിൽ ഉൾപ്പെടെ വീഡിയോ ചിത്രീകരണം പാടില്ല എന്നുള്ളത്. നേരത്തെയും ഇത്തരത്തിലൊരു പ്രശ്നം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ ഇവിടെ ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണങ്ങൾ, റീൽസ് ചിത്രീകരണങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലല്ലാതെ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് ഹൈക്കോടതി ഉത്തരവിനും ഉള്ളതാണ്. അതേസമയം ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്ന സലീമിൻ്റെയും __Bright എന്നീ 2 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പരാതികൾ എത്തിയിരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതായത് പടിഞ്ഞാറേ നടയിലാണ് ഇപ്പോൾ റീൽസ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ നടപ്പന്തലിൽ ഉൾപ്പെടെ റീൽസ് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനലിൽ നിന്ന് 7 ദിവസത്തിനകം നീക്കണമെന്ന യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ മയക്കുമരുന്നുമായി യാത്രക്കാരൻ പിടിയിലായി. തൃശൂർ സ്വദേശിയാണ് വിമാനത്താവളത്തിൽ വെച്ച DRIയുടെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 974.5 ഗ്രാം മെത്താഫെറ്റമിൻ പിടിച്ചെടുത്തു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ MDMAയുമായി കണ്ണൂർ സ്വദേശി ഷബീറിനെ റെയിൽവേ പോലീസ്, RPF, എക്സൈസ് എന്നിവർ ചേർന്ന് പിടികൂടി. സംശയാസ്പദമായി കണ്ട യാത്രക്കാരെ പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. 2 ഗ്രാം MDMAയാണ് പിടിച്ചത്. നടി ഗൗരി ജി കിഷനോട് ശരീരഭാരത്തെക്കുറിച്ച് അവഹേളനപരമായ ചോദ്യമുയർത്തിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ RS കാർത്തിക്. നടിക്ക് മനോവിഷമമുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് കാർത്തിക്. സ്കൂൾ കെട്ടിടത്തിന് മുമ്പിൽ വെറും നിലത്ത് പേപ്പറിൽ ഉച്ചഭക്ഷണം വിളമ്പിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കലക്ടർ. മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയിലെ ഹുല്ലാപൂർ സർക്കാർ സ്കൂളിൽ നിന്നുള്ളതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. അധ്യാപകരുടെ സാന്നിധ്യമില്ലാത്ത സാഹചര്യത്തിലാണ് പേപ്പറിൽ ഉച്ചഭക്ഷണം വിളമ്പൽ. മുൻ സെലക്ടർ അടക്കം ദേശീയ ടീം മാനേജ്മെന്റിലെ അംഗങ്ങൾക്കെതിരായ വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ ലൈംഗിക പീഡന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. വനിതാ താരത്തിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി BCB. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയെന്ന് കേട്ടിട്ടില്ലേ? രണ്ടും തിരിച്ചെടുക്കാനാകില്ല. നമ്മുടെ വാക്കുകൾ പലരെയും മുറിവേൽപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ വാക്ക് തർക്കത്തിനിടെ ജയിക്കാനായി സ്വരം അല്പം കടുപ്പിച്ചതായിരിക്കും. അവിടെ നമ്മൾ ജയിച്ചേക്കാം, പക്ഷെ നമ്മൾ തോൽപ്പിച്ച ആ മനുഷ്യരുടെ മനസ്സിനേൽക്കുന്ന മുറിവില്ലേ, അതങ്ങനെ മാഞ്ഞു പോകില്ലെന്നേ. ഇതുപോലെ പലരും നമ്മളെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇപ്പോഴും ഒരു വിങ്ങലായത് മായാതെ കിടക്കുന്നില്ലേ? നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആത്മഹത്യയ്ക്കും കാരണമാകുന്നത് ഇതുപോലെ വാക്കുകൾ കൊണ്ടുള്ള മുറിവുകളും പകവീട്ടലുമാകാം. തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമ ചോദിച്ചേക്ക്. അതോടെ തീരും ആ പ്രശ്നം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.